Namaskaram. Indigo Airlines disaster 2025. Let's pray few seconds for those who suffer the heartfelt pain and tragedy. Indigo Airlines CEO Mr. Peter Elbes, I want to tell 3 things about your written down statement. Your apology is a trash. Your apology is worthless. Your apology is a joke. നമുക്കിനി മലയാളത്തിലോട്ട് വരാം. മലയാളത്തിൽ പച്ച തെറിയാണ് ഇവന്മാരെ വിളിക്കേണ്ടത്. പിന്നെ ഇവന്മാർക്ക് ഭാഷ അറിയാതായി പോയി, നമ്മൾ പറഞ്ഞിട്ടും കാര്യമില്ല. എന്തൊരു സങ്കടകരമായ കാര്യമാണ് ഇവന്മാർ കാണിക്കുന്നത്. എന്നെ സംബന്ധിച്ചൊക്കെ വളരെ ദുഃഖകരമായി നമ്മളെ മലയാളികളും അതുപോലെ ഓൾ ഇന്ത്യ തന്നെ ഇത്രയും തകർത്തടിച്ച ഒരു വിഷയം. 300-ലേറെ ഫ്ലൈറ്റുകളാണ് ഇവന്മാരുടെ കീഴിലുള്ളത് റദ്ദാക്കിയിരിക്കുന്നത്. അതും ഒരു വിവരം, ഒരു ഐഡിയ പോലും തരാതെയാണ് ഇവന്മാർ എന്നിട്ട് ഈ സ്റ്റേറ്റ്മെന്റിലൊക്കെ കൊടുത്തിരിക്കുന്നത്. അറിയിച്ചിട്ടുണ്ടെന്ന് പോലും അത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇവന്മാരെ അനുകൂലിച്ചൊക്കെയാണ് പല അതിലെ സെന്റൻസ് എഴുതിയിരിക്കുന്നത്. ഇവന്മാരൊക്കെ മനുഷ്യത്വമുള്ളവന്മാരാണോ? എന്തുമാത്രം ദുഃഖകരമായ കാഴ്ചയാണ് നമ്മൾ റീൽസ് പല വീഡിയോസ് കാണിക്കുന്നത്. അതിലൊരെണ്ണം ഞാൻ ഇപ്പം നിങ്ങളെ കാണിക്കാം. എന്തൊരു സങ്കടകരമായ കാര്യമാണ്. പിതാവിന്റെ ചിതാഭസ്മവുമായി യുവതി വിമാനത്താവളത്തിൽ കുടുങ്ങിയിരിക്കുന്നു. ഇവന്മാർക്കൊക്കെ എത്ര കാലം കഴിഞ്ഞാൽ ഈ ശാപം ഏൽക്കുന്നത്? പൈസ ഉണ്ടല്ലോ, അതുകൊണ്ട് എന്ത് ശാപം കൊണ്ടാൽ എന്താ? പൈസയുടെ മുകളിൽ ഒരു പരുന്തും പറക്കിയല്ലെന്നുള്ള കാര്യമാണ് ഇതിലൊക്കെ സംഭവിക്കുന്നത്. അല്ലെങ്കിൽ ഇവന്മാരൊക്കെ തകർന്നടിഞ്ഞ് മണ്ണിൽ അലിഞ്ഞാൽ പോലും പുഴുക്കൾ പോലും തിന്നാൻ മടിക്കും. അതുപോലെ വൃത്തികെട്ട ജാതിയല്ലേ ഇവന്മാർ കാണിക്കുന്നത്. എന്തുമാത്രം സങ്കടകരമായ വീഡിയോസ് ആണ് ഓരോരുത്തരും പങ്കുവെക്കുന്നത്. ഇതിപ്പോ ഏതേലും കാലത്ത് നഷ്ടപരിഹാരം എനിക്ക് തോന്നുന്നില്ല, പക്ഷെ ഏതേലും കാലത്ത് ഇവർ തരുവാണെങ്കിലും ഈ കണ്ടീഷനിൽ വരുമ്പോൾ മറ്റൊരു എയർലൈൻസിന്റെ പൈസ ഒരിക്കലും ഈ ഇൻഡിഗോക്കാർ തരത്തില്ല. കാരണം ഇതൊരു കണക്ഷൻ ഫ്ലൈറ്റ് ആണ്. നിങ്ങൾ ഇതൊന്ന് കേട്ട് നോക്കുക. ഇൻഡിഗോ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ട് ഞങ്ങൾ അനുഭവിക്കുന്നതായി കാണുന്നത്. ഇന്നലെ 7 മണിയായപ്പോൾ ഇവിടെ വന്നതാണ്. ഫ്ലൈറ്റ് ഡിലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അവർ പറഞ്ഞു 9:55, അത് പിന്നെ 11 മണിയായി, 12 4 മണിയായപ്പോൾ വെളുപ്പിന് ഈ 4 മണിയായപ്പോൾ അവർ പറയാം ഫ്ലൈറ്റ് ക്യാൻസലായി പൊക്കോളാൻ. നമ്മളെന്താ ചെയ്യേണ്ടത്? ഇതിൽ പേഷ്യൻസ് ഉണ്ട്, പേഷ്യൻസ് അടക്കം സ്വാമിമാരുണ്ട്. ഇവരൊക്കെ അത്രയും ദൂരത്തും ഇനി പോകേണ്ട ആൾക്കാരാണ്. ഇവരൊന്നും പറയുന്നില്ല. ഇവർ ഫ്ലൈറ്റ് ഇവർ ആൾക്കാരെ പിടിച്ചിരുത്തുക. ഇവരെന്ത് ന്യായം ഇതിനകത്ത് പറയുന്നത്? ഇവർക്ക് ഇന്നലെ പറഞ്ഞാൽ ഞങ്ങൾ ബാംഗ്ലൂർ എത്തേണ്ടവരാണ്. അവർ ഞങ്ങൾക്ക് കണക്ഷൻ ഫ്ലൈറ്റ് ഉള്ളതാണ്. ഞങ്ങൾ ആ രീതിയിൽ അറേഞ്ച് ചെയ്ത് ഇന്നലെ പോയില്ലായിരുന്നു. 7 മണിക്ക് ഇവർക്ക് പറഞ്ഞുവിടായിരുന്നു. അപ്പം ഡിലേ എന്ന് പറഞ്ഞു വെച്ചിട്ട് വെളുപ്പിനെ 4 മണി ആയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് എവിടെ എത്താൻ പറ്റില്ല. എന്നിട്ടോ ഇനി ഇതുപോലെ തന്നെ ആവർത്തിക്കും. എന്ത് ചെയ്യാനാ? ഇതിന്റെ സപ്പോർട്ട് ചെയ്ത് പൊളിറ്റിക്സ്. ഈ വിഷയം വന്നിട്ട് നമ്മുടെ നരേന്ദ്രമോദിയോ അതോ അമിത്ഷായോ ഏത് പൊളിറ്റിക്സ്, കോൺഗ്രസ് ആണെങ്കിലും ഏതെങ്കിലും ഒരാൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായമോ അലിഗേഷനോ അല്ലെങ്കിൽ ഇതിന്റെ അഗൻസ്റ്റ് ആയിട്ട് സംസാരിക്കുന്നത് എവിടെയെങ്കിലും കണ്ടോ? ന്യൂസിലോ എവിടെയെങ്കിലും നമ്മൾ കേട്ടോ? അല്ലെങ്കിൽ പോട്ടെ, ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുവാണെങ്കിലും ഇത് അനുഭവിക്കുന്ന സങ്കടം അവർ അക്സെപ്റ്റ് ചെയ്യുന്നു, അങ്ങനെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിടാമല്ലോ. അതുപോലും ഇടാതെ പൊളിറ്റിക്കൽ പവർ ഇവർ യൂട്ടിലൈസ് ചെയ്യുവാണ്. ഇതുപോലെ നമ്മൾ കഷ്ടപ്പെടുന്ന മനുഷ്യർ നാട്ടിൽ നിൽക്കാൻ പറ്റുന്നില്ല, നാട്ടിൽ നിന്ന് 5 പൈസ ഏൺ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മൾ മറുനാട്ടിൽ പോന്നു, പല രാജ്യങ്ങളിൽ പോന്നു. ആ സമയത്ത് അവിടെ പോലും പോകാൻ ഇവർ സമ്മതിക്കുന്നില്ല. എന്താ അവസ്ഥയാണല്ലേ? ഇത് മാറത്തില്ല, ഇത് പിന്നെയും തുടരും. ഇവര് ഓൾ ഇന്ത്യ തലത്തിലാണല്ലോ 300ഓളം എയർക്രാഫ്റ്റിനെ ഒരു ഇൻഫോർമേഷൻ, ഒരു വിവരം പോലും തരാതെ റദ്ദാക്കിയിരിക്കുന്നത്. അപ്പൊ പല സംസ്ഥാനങ്ങളിലും പലതരം പ്രതിഷേധങ്ങളാണ് നടന്നത്. ഒരു വിഭാഗം നടന്നത് ചങ്ക് പൊട്ടി കരഞ്ഞ് മാറുന്ന ഒരു വിഭാഗവും, ഒരു വിഭാഗം ഏതെല്ലാം തരത്തിലാണ് ഇതിനെ പ്രതിഷേധിക്കേണ്ടത് എന്ന് നോക്കി കൂത്തും ഡാൻസും പാട്ടും മേളവും ഒക്കെ ആയിട്ട് എയർപോർട്ട് എന്ന് പറഞ്ഞാൽ അറിയാലോ, പല വിദേശികളും ഫോറിനേഴ്സും വരുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ ഫസ്റ്റ് ഇംപ്രഷനാണ് എയർപോർട്ട്. അത് തകർത്തടിച്ചാണ് ഇത് അനുഭവിക്കുന്ന, അവിടെ പ്രതിഷേധിക്കുന്ന തരത്തിലുള്ള പല കൂത്തുകളും എയർപോർട്ടിന്റെ ഉള്ളിൽ നടന്നത്. ഇത് കേരളത്തിലല്ല, ഇത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് എയർപോർട്ടിന്റെ ഉള്ളിൽ തന്നെ നടക്കുന്ന ഇത്തരം പ്രതിഷേധങ്ങൾ നടക്കുന്നത്. ഇതൊന്ന് നിങ്ങൾ കണ്ടു നോക്കുക. ഇങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളിലും ഓരോ തരം കൂത്താണ് നടന്നത് എയർപോർട്ടിൽ. നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക, ഇന്ത്യയുടെ നിലവാരം ഏത് രീതിയിൽ താഴ്ന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത്. ഇതിന്റെ അഗൻസ്റ്റ് ആയിട്ട് ഒരു മോദിയും ഒരു രാഹുൽ ഗാന്ധിയും ആരുമില്ല അല്ലേ? ഇതിന്റെയൊക്കെ പൊളിറ്റിക്കൽ പവറിലാണ് ഈ ഇൻഡിഗോ ഒക്കെ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇൻഡിഗോയ്ക്ക് ഉണ്ടായിരിക്കുന്ന ഈ മാസീവ് പ്രോബ്ലം എന്തുകൊണ്ടാണെന്ന് വളരെ വ്യക്തമായിട്ട് DGCA രേഖപ്പെടുത്തുന്നുണ്ട്. അതായത് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ പറയുന്നത് 2 വാക്കിൽ ഒതുക്കാമെങ്കിൽ കോസ്റ്റ് കട്ടിംഗ് ആണ് ഇൻഡിഗോ ശ്രമിച്ചിരിക്കുന്നത്. ആൽഫ
പൈലറ്റ് അസോസിയേഷന്റെ നിയമം അനുസരിച്ച് പൈലറ്റിനെ ഇത്ര മണിക്കൂറാണ് ജോലി ചെയ്യാൻ അനുവദിച്ചിരിക്കുന്നത്. അതിലുപരി ഇൻഡിഗോ പൈലറ്റിനെ ഇട്ട് ജോലി ചെയ്യിപ്പിച്ചതോടെ പൈലറ്റിന്റെ ഹെൽത്ത് കൺസിഡറേഷൻ കൊടുക്കാതെ ഇൻഡിഗോ യൂസ് ആക്കി കഴിഞ്ഞപ്പോൾ ആൽഫ അത് കണ്ടെത്തിയതോടെ ആൽഫ DGCക്ക് ഉത്തരമിറക്കുന്നു, ഇൻഡിഗോ അടുത്ത ദിവസം ഒരു എയർക്രാഫ്റ്റും പ്രവർത്തിക്കരുതെന്ന്. അത് കേട്ടതോടെ യാത്രക്കാരെ മാനിക്കാതെ ഇൻഡിഗോ 300ഓളം എയർക്രാഫ്റ്റ് റദ്ദാക്കിയിരിക്കുന്നു. അതും ഒരു വിവരം വരുന്ന യാത്രക്കാർക്ക് കൊടുക്കാതെയാണ് ഇൻഡിഗോ കാണിച്ചിരിക്കുന്നത്. അതാണ് ഈ സംഭവിച്ചിരിക്കുന്നത്.